നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. ഒരു ബാനർ വിവാദം അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അർജൻറ്റീന ഇംഗ്ലണ്ട് മത്സരത്തിൽ ലോകകപ്പിൻ്റെ സെമി ഫൈനലിൽ അർജൻറ്റീന ജയിച്ചു. 1-2 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത്. തുടർന്ന് അർജൻറ്റീനയുടെ ചില താരങ്ങൾ ഈ ബാനർ പിടിച്ചിങ്ങനെ നിന്നു മൈതാനത്ത്. ആ ബാനറിൽ ഇതാണ് എഴുതിയിരുന്നത്: ഫോക്ലൻഡ് ഐലൻഡ്സ്, ഫോക്ലൻഡ് ദ്വീപുകൾ ഞങ്ങളുടേതാണ്. അപ്പോൾ അത് നേരത്തെ തന്നെ അതൊരു വലിയ വർഷങ്ങളായിട്ടുള്ള ഒരു രാഷ്ട്രീയ വിവാദമാണ്, രാഷ്ട്രീയ വൈരമാണ് ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിലുള്ളത്. ഫോക്ലൻഡ് ദ്വീപുകൾ ബ്രിട്ടൻ്റെ കയ്യിലാണ്. അതുമായി ബന്ധപ്പെട്ടൊരു യുദ്ധം നടന്നു. അതിൽ നൂറുകണക്കിന് അർജൻറ്റീനിയൻ സൈനികർ കൊല്ലപ്പെട്ടു. അന്ന് മുതലുള്ള ഒരു വൈരം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ ഫോക്ലൻഡ് ദ്വീപ് എന്ന് പറയുന്ന അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ദ്വീപുകളാണ്, ഫോക്ലൻഡ് ഐലൻഡ്സ് ആണത്. ആ ഐലൻഡ്സിൻ്റെ അവകാശവാദവുമായി ബന്ധപ്പെട്ട് അതിപ്പോൾ ബ്രിട്ടൻ്റെ കയ്യിൽ തന്നെയാണ്. അതിന് അധികാര തർക്കവുമായി ബന്ധപ്പെട്ട് യുദ്ധം ഉണ്ടാവുകയും അതിൽ കുറേ അർജൻറ്റീന സൈനികർ മരിക്കുകയും. അപ്പോൾ അന്ന് മുതൽ ഈ പ്രശ്നം ഫുട്ബോൾ കളത്തിലും മൈതാനത്തും ഇത് എപ്പോഴും ഇങ്ങനെ കത്തിക്കൊണ്ട് നിൽക്കാറുണ്ട്. ഇവർ കളിക്കുമ്പോൾ ഒക്കെ ഇംഗ്ലണ്ടും അർജൻറ്റീനയും. ഇപ്പോൾ 24 വർഷത്തിന് ശേഷമാണ് ലോകകപ്പിൽ ഇംഗ്ലണ്ടും അർജൻറ്റീനയും തമ്മിൽ ഏറ്റുമുട്ടിയത്. അതിൽ വീണ്ടും ഫോക്ലൻഡ് ഒരു വലിയ വിവാദമായി അർജന്റീനിയൻ താരങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു. ബാനറിൽ ഫോക്ലൻഡ് ഐലൻഡുകൾ ഞങ്ങളുടേതാണ് എന്ന അർത്ഥം വരുന്ന ഭാഷയിൽ, അവരുടെ സ്പാനിഷ് ഭാഷയിലാണ് ആ വിവാദ ബാനർ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെതിരെ ഇപ്പോൾ ബ്രിട്ടൻ സർക്കാർ ഔദ്യോഗികമായി തന്നെ ഫിഫയ്ക്ക് പരാതി നൽകിയിരിക്കുന്നു. അർജന്റീനൻ കളിക്കാരുടെ ഈ പെരുമാറ്റം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല, അതിനെതിരെ നടപടിയെടുക്കണം, അതിനെക്കുറിച്ച് അന്വേഷിക്കണം, ശക്തമായ നടപടിയെടുക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ട് ബ്രിട്ടൻ ഔദ്യോഗികമായി തന്നെ ഫിഫയ്ക്ക് പരാതി നൽകിയിരിക്കുന്നു. ഫിഫയെ സംബന്ധിച്ചിടത്തോളം ഇനി അത് ആ പരാതി ലഭിച്ചതിനെ തുടർന്ന് അത് അന്വേഷിക്കുക, അതിലൊരു നടപടി എടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. പക്ഷെ ആ നടപടി എന്താകും എന്നുള്ളത് സാധാരണഗതിയിൽ ഫിഫയുടെ നിയമത്തിൽ പറയുന്നത് സ്പോർട്സ് അല്ലാത്ത എന്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ശരിക്കും നടപടിക്ക് വിധേയമാകും എന്ന് തന്നെയാണ്. അതായത് അത് പൊളിറ്റിക്കലാകാം, മതപരമാകാം, അല്ലെങ്കിൽ ആശയപരമാകാം, ഐഡിയോളജിക്കലാകാം. ഇത് ഏതാണെങ്കിലും പണിഷബിൾ ആണത്. അത് ശിക്ഷാർഹമാണ്. കളിക്കളത്തിൽ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് ശിക്ഷാർഹമാണ്. സാധാരണഗതിയിൽ $5,000 തൊട്ട് $20,000 വരെയുള്ള ഒരു പിഴശിക്ഷയാണ് അതിൽ ഉണ്ടാകാറ്, ഒരു ഫൈൻ ആണ് ഉണ്ടാകാറുള്ളത്. അതല്ലെങ്കിൽ നേരത്തെ ദക്ഷിണ കൊറിയയുടെ ഒരു കളിക്കാരൻ ജപ്പാനെതിരായ മത്സരത്തിൽ വിജയിച്ചതിന് ശേഷം ഇതേപോലെ ജപ്പാൻ കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു ദ്വീപിനെ കുറിച്ച് അത് ഞങ്ങളുടേതാണ് എന്ന് ദക്ഷിണ കൊറിയൻ കളിക്കാരൻ 2012 ഒരു ബാനർ ഉയർത്തിയപ്പോൾ അതിനെതിരെ അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടായിരുന്നു, ഒരു കളിയിൽ വിലക്ക് കൊടുത്തിരുന്നു. അപ്പോൾ അങ്ങനെ സംഭവിക്കുമോ? ഇനിയിപ്പോൾ ഫൈനലിൽ ഈ ബാനർ പിടിച്ച അർജൻറ്റീന താരങ്ങളെ ഫൈനൽ കളിക്കുന്നതിൽ നിന്ന് വിലക്കുമോ എന്നൊക്കെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും ഫൈനലൊന്നും റദ്ദാക്കില്ല, ഫൈനലൊക്കെ എന്തായാലും നടക്കും. അപ്പോൾ ഇതൊക്കെ ഒരു പക്ഷേ അന്വേഷണം നീട്ടിക്കൊണ്ടുപോയി പിന്നീട് അതിലൊക്കെ തീരുമാനം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ എടുപിടിയുന്ന ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്തത് കൊണ്ട് ആ ലോകകപ്പ് ഫൈനലിന് ശേഷമായിരിക്കാം അതിൻ്റെ എന്തായാലും നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അത് ഏത് തരം നടപടിയാകും എന്നൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണുക തന്നെ വേണം. തൽക്കാലം ഇതാണ് വാർത്ത. അതായത് ബ്രിട്ടൻ ഔദ്യോഗികമായി ഫിഫയ്ക്ക് പരാതി നൽകിയിരിക്കുന്നു, അർജന്റീനൻ താരങ്ങൾക്കെതിരെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്.